ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് രമേശ് ചെന്നിത്തല കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ് പോലെ രൂക്ഷമാകുന്നു എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. തർക്കത്തെ തുടർന്ന് അമ്പലപ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ട് കൈമാറാൻ കഴിഞ്ഞില്ല. അല്ല, പിരിച്ചുവിട്ടു എന്നുള്ളതല്ല, അമ്പലപ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റി പിരിച്ചെടുത്ത മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് കൈമാറാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? സിമ്പിൾ, ഗ്രൂപ്പ് പോരെ. നാണമില്ലേ മനീഷെ? പൈസ പിരിച്ചെടുത്തിട്ട് ഒരുമാതിരി ഈ കടം വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കുന്ന ആൾക്കാരെ വിളിക്കുന്നത് പോലെ ചോദിക്കാനായിട്ട്. മെസ്സേജ് കണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരണം. കാരണം ഇത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാ, അല്ലാതെ ഒരു സാധാ പ്രവർത്തകനോ അങ്ങനെയുള്ള ആളല്ല. പിരിച്ച് ആൾക്കാരെ കൊണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് വെറുപ്പിച്ച് പിരിച്ച് കാശും കൊണ്ട് പോയിട്ട് പിന്നെ അയാളെ വിളിച്ചിട്ട് എടുത്തില്ലേ പറയണം വീട്ടിൽ ചെന്ന് കാണണോ? അതാണോ തരേണ്ട മറുപടി? അതേസമയം തർക്കങ്ങളില്ലെന്നും ഉടൻ തുകയും സമ്മാനവും വിതരണം ചെയ്യുമെന്നും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീൺ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മനീഷ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മാസങ്ങൾക്ക് മുൻപാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ രീതിയിലുള്ള സമ്മാന കൂപ്പൺ വെച്ചിട്ടാണ് അത് ആരംഭിച്ചത്. പക്ഷേ മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ പണം കിട്ടിയിരുന്നു. 1 ലക്ഷത്തി അതായത് 1.25 ലക്ഷം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ ആ കണക്ക് സംബന്ധിച്ചും വലിയ തർക്കമുണ്ട്. പിന്നീട് സമ്മാന കൂപ്പണിനകത്ത് 1ാം സമ്മാനം സ്കൂട്ടറും, 2ാം സമ്മാനം ലാപ്ടോപ്പും, 3ാം സമ്മാനം വാഷിംഗ് മെഷീൻ, മിക്സി അങ്ങനെയൊക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ ജനുവരി മാസം 8-ാം തീയതി അതിന്റെ നറുക്കെടുപ്പ് നടന്നു. പക്ഷെ നറുക്കെടുപ്പ് നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും ഈ ഭാഗ്യശാലികൾക്ക് ഈ സമ്മാനം പോലും വിതരണം ചെയ്തില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്. ഇത് വലിയ ഗ്രൂപ്പ് വിഷയമാണ്. അതായത് അമ്പലപ്പുഴ നിയോജക മണ്ഡലം, യൂത്ത് കോൺഗ്രസിന്റെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് താൽക്കാലിക ചുമതല കൊടുത്തത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട റഹീം വെറ്റക്കാരൻ എന്നാണ്. അയാളാണ് ഈ ഫണ്ട് മുഴുവനും സമാഹരിച്ചത്. പക്ഷേ ഈ ഫണ്ട് സമാഹരിച്ചത് കൈമാറ്റത്തിന്റെ സമയത്ത് അയാളെ മാറ്റി പകരം കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിലെ മറ്റൊരാളെ അനന്തകൃഷ്ണനെ ഈ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചു. അങ്ങനെ ഗ്രൂപ്പ് വിഷയമായതോടുകൂടി ഈ ഫണ്ട് പിരിച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ഈ തുക കൈമാറാൻ തയ്യാറാകുന്നില്ല. ഇയാൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഈ സമ്മാനം പൊതുജനങ്ങൾക്കാണ്, ഭാഗ്യശാലികളായ പൊതുജനങ്ങൾക്ക് സമ്മാനം ഉണ്ടെന്ന് അവരെ അറിയിച്ചിട്ട് 1 മാസമായി അവർക്ക് സമ്മാനം പോലും കൊടുക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ഈ ഭാഗ്യശാലികൾ പലരും പരാതിയുമായി DCCയിൽ എത്തി. തങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് സമ്മാനം കൊടുക്കുന്നില്ല. ഒപ്പം തന്നെ ഈ ഗ്രൂപ്പ് വിഷയം രൂക്ഷമായതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആകെ ലഹളയാണ്. ഇത് എന്തുകൊണ്ട് പണം കൈമാറുന്നില്ല? പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ പബ്ലിക്കായി പണം പിരിച്ചതാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം കൊടുക്കുന്നില്ല. സമ്മാന കൂപ്പണിലെ ഭാഗ്യശാലികൾക്കും ആ സമ്മാനം വിതരണം ചെയ്യുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ വിദേശത്താണ്. അതുകൊണ്ടാണ് ഈ തുക കൈമാറുന്ന അദ്ദേഹം വന്നിട്ട്